കാരക്കോണം മെഡിക്കൽ കോഴക്കേസിൽ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് തിരിച്ചടി. ഇ ഡി കേസ് റദ്ദാക്കണമെന്ന ബിഷപ്പിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പോലീസ് കേസിൽ പ്രതിയല്ലാത്തതിനാൽ ഇ ഡി കുറ്റപത്രം നിലനിൽക്കില്ലെന്നായിരുന്നു ധർമ്മരാജ് റസാലത്തിന്റെ വാദമുണ്ടായിരുന്നത്. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, അപ്പോൾ ആവശ്യം അംഗീകരിച്ചില്ല, നടപടികൾക്ക് വിധേയനായേ പറ്റുമല്ലേ? പ്രതീക്ഷ ഏറെക്കാലം പഴക്കമുള്ളതാണ് കാരക്കോണത്തെ മെഡിക്കൽ കോഴക്കേസിന്. അതായത് മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തലവരി പണം വാങ്ങിയെന്നതാണ് പ്രധാനപ്പെട്ട കേസ്. അതിൽ നേരത്തെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ED യുടെ നടപടിയുള്ളത്. അതിൽ ബിഷപ്പ് ധർമ്മരാജ് റസാലം പ്രതിയാണ്. ആ പ്രതി സ്ഥാനത്ത് ധർമ്മരാജ് റസാലത്തിനെതിരെ നൽകിയിരിക്കുന്ന കുറ്റപത്രം റദ്ദാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ആ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അതായത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ധർമ്മരാജ് റസാലം എടുത്ത പ്രധാനപ്പെട്ട വാദം എന്നത് താൻ പോലീസ് കേസിൽ പ്രതിയല്ല, അതുകൊണ്ട് തന്നെ ED യുടെ കേസ് നിലനിൽക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ആ വാദമാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. എന്തായാലും ED യുടെ കുറ്റപത്രം നിലനിൽക്കുമെന്ന ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കേസിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാരക്കോണവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട പണം ഈ കണ്ടുകെട്ടിയ പണത്തിൽ നിന്ന് ഈ പരാതിക്കാർക്ക് ED കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. ED യുടെ കൊച്ചി ഓഫീസിൽ വെച്ചാണ് ആ പണവിതരണം നടന്നത്. അങ്ങനെ പുതിയ നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുന്ന ഒരു നടപടി കൂടി ഉണ്ടായ ഒരു കേസ് കൂടിയാണ് ഈ കാരക്കോണം കേസ്. ശരി.